പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസ് പ്രാർത്ഥന കൊണ്ട് വളരെയധികം രൂപാന്തരം പ്രാപിച്ച ഒരു മനുഷ്യനായിട്ട് കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും ചിലപ്പോൾ മാനുഷിക ബുദ്ധിക്ക് അതീതമായിട്ടുള്ളവയായിരുന്നു. ചിലപ്പോൾ അത് പരിഹാസ വിഷയമായി തീർന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ അത്ഭുതം കൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഫ്രാൻസിസിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ വാക്യം ഇതാണ്: ഫ്രാൻസിസ് സ്വർഗത്തിലൂടെ നടക്കുന്നവനെ പോലെ ഈ ഭൂമിയിലൂടെ നടന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസിന് തൻ്റെ റിയേറ്റിയിലെ സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്ക് ശേഷം പൊർസെങ്കിളയിലേക്ക് മടങ്ങാനായിട്ട് ആഗ്രഹം ജനിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് തൻ്റെ സഹോദരങ്ങൾ ഈശോയുടെ സുവിശേഷമായിട്ട് പോയ കാര്യം ഫ്രാൻസിസ് ഓർമ്മിച്ചു. എല്ലായിടത്തും പുതിയ സഹോദരങ്ങളെ സഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പുതിയ സഹോദരങ്ങളെ ദൈവം തന്ന സഹോദരങ്ങളെന്നാണ് ഫ്രാൻസിസ് പറഞ്ഞത്. ദൈവം എനിക്ക് സഹോദരങ്ങളെ തന്നു, ക്രിസ്തു എനിക്ക് സഹോദരങ്ങളെ തന്നു. ആ ഒരു വലിയ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും പ്രതീക്ഷയോടും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഓരോ ദൈവവിളിയെയും ഓരോ സഹോദരങ്ങളെയും ഫ്രാൻസിസ് സഭയിലേക്ക് സ്വീകരിച്ചത്. അവരെ എല്ലാം കാണാനുള്ള ആഗ്രഹം ഫ്രാൻസിസിന് ജനിച്ചു. പക്ഷേ ഫ്രാൻസിസ് എങ്ങനെ അറിയിക്കും? ഫ്രാൻസിലും സ്പെയിനിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ പോയിരിക്കുന്നവർ എങ്ങനെ ഒരേ സമയത്ത് ഫ്രാൻസിസിന് കാണാനായിട്ട് തിരികെ വരാനാവും? ഫ്രാൻസിസിന് ദൈവിക പ്രചോദനത്താൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങേ മലയിൽ നിൽക്കുന്ന ആളോട് ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുന്ന ആളെ പോലെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ എനിക്ക് തന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പൊർസെങ്കിളയിലേക്ക് മടങ്ങി വരിക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓരോ സഹോദരങ്ങളും ദൈവികമായൊരു പ്രചോദനം ലഭിച്ചാൽ എന്നതുപോലെ തിരികെ അസീസിയിലേക്ക് മടങ്ങി. അവർ പൊർസെങ്കിളയിൽ എത്തിയപ്പോൾ ഫ്രാൻസിസ് റിയേറ്റിയിൽ നിന്ന് പൊർസെങ്കിളയിലേക്ക് എത്തിച്ചേർന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ എങ്ങനെയാണ് എല്ലാവരും ഒരേ സമയത്ത് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നതെന്ന് അവർ അത്ഭുതപ്പെട്ടു. ഫ്രാൻസിസ് പുതിയ സഹോദരങ്ങളെ വലിയ സ്നേഹത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്തുതിഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചു. പുതിയ സഹോദരങ്ങളെയും വചനപ്രഘോഷണത്തിന് പോയ എല്ലാവരെയും അവർ പരസ്പരം അഭിനന്ദിച്ചു. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണപ്പെട്ടതുപോലെയുള്ള ഒരു വലിയ ദൈവിക ഇടപെടലായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6-ാം തിരുവചനം മുതൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒരുമിച്ച് മേയും, ഒരു ശിശു അവയെ നയിക്കും, പശുവും കരടിയും ഒരിടത്ത് മേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും, മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ പുതിയ സഹോദരങ്ങൾ മുഴുവൻ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തിരുവചനങ്ങൾ അതേപടി സംഭവിച്ചതുപോലെ മറ്റുള്ളവർക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരുമിച്ച് വസിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് അവരെക്കുറിച്ച് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങളും ബോധ്യങ്ങളും പങ്കുവച്ചു. ഒരു പുതിയ നിയമാവലി എഴുതാനുള്ള ആരംഭം ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ഒരു ആദർശമായിട്ട്, ഒരു ദൈവിക പ്രചോദനമായിട്ട് ഫ്രാൻസിസ് സ്വീകരിച്ചു. ഇവിടെ ഈ കോലാട്ടിൻ കുട്ടിയും ചെമ്മരിയാട്ടിൻ കുട്ടിയും സിംഹക്കുട്ടിയും കരടിക്കുട്ടിയും എല്ലാം ഒരുമിച്ച് വസിക്കുന്നത് പോലെ പണ്ഡിതനായിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ അക്ഷരാഭ്യാസമില്ലാത്ത വ്യക്തികളുമൊക്കെ ഒരുമിച്ച് വസിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. ആരും തമ്മിൽ ഒരു സ്പർദ്ധയോ ആരും തമ്മിൽ ഒരു മാത്സര്യമോ ഒന്നും ഉണ്ടായില്ല. മാടമ്പിയായിട്ടുള്ള ആഞ്ചലോ താൻകൃതിയും കർഷകനായിട്ടുള്ള ജൈൽസ് സഹോദരനും ഒരുമിച്ച് വസിക്കുന്നത് അവിടെ വലിയ ആനന്ദകരമായിട്ട് തീർന്നു. സാധാരണക്കാരനായ ഫിലിപ്പും വലിയ ധനാഢ്യനായിട്ടുള്ള ബെർണാഡ് കിൻഡവെലും ഒക്കെ അവിടെ ഒരുമിച്ച് വസിക്കുന്നത് അത്ഭുതത്തോടു കൂടി അവർ നോക്കി. കാരണം അവിടെ വലിയവൻ ആരെന്നുള്ള ഒരു സംസാരമുണ്ടായിരുന്നില്ല. എല്ലാവരും സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ ലഭിച്ചതിനെ പ്രതി അവരെല്ലാവരും ദൈവത്തിൽ ആനന്ദിച്ചു. ഫ്രാൻസിസ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് താൻ കണ്ട ദർശനങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ ഓർത്ത് വലിയ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രചോദനത്തിനനുസരിച്ച്, സ്വർഗത്തിൻ്റെ പ്രചോദനത്തിനനുസരിച്ച് ഒരു മനുഷ്യൻ നയിക്കപ്പെടാൻ പൂർണ്ണമായിട്ട് തന്നെ വിട്ടുകൊടുത്താൽ ഈ പ്രപഞ്ചം മുഴുവൻ അത്ഭുതത്തോടെ ആ വ്യക്തിയെ നോക്കി നിൽക്കും. അവനെ എറിഞ്ഞവർ, അവനെ മുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു വിഡ്ഢിയായിട്ട് തീർന്ന മനുഷ്യനെ ഓർത്ത് സഹതപിച്ചവരൊക്കെ വലിയ അത്ഭുതങ്ങൾ കണ്ട് തങ്ങൾക്കിടയിൽ ദൈവം ഒരു മനുഷ്യനിലൂടെ ഇറങ്ങി നടക്കുന്നു, ഒരു വിശുദ്ധൻ ജനിച്ചു എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഫ്രാൻസിസിൽ സംഭവിക്കുന്ന ദൈവിക അനുഭവങ്ങൾക്ക് സാക്ഷികളായി.
നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുവാനും ദൈവിക മനുഷ്യരായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നത് ഈ ഒരു വ്യക്തിത്വമാണ്. ഈ ഒരു വ്യക്തിത്വം അങ്ങനെ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദൈവമക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.